അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ മാന്യത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, നിങ്ങളുടെ ചാരിത്രം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. വിവാഹത്തിന് മുമ്പ് തന്നെ ഏത് പുരുഷന്റെ മുമ്പിലും മടിക്കട്ടയിച്ചു കൊടുക്കാൻ ഉറപ്പില്ലാത്ത പെൺകുട്ടികളോട് ജീവിതത്തെ തിരിച്ചറിയണമെന്നും ജന്തുലോകത്തിന് വിഭിന്നമായി മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ടെന്നും വിവാഹത്തിലൂടെയുള്ള പവിത്ര ബന്ധമാണ് മാനവികമായ ബന്ധമെന്ന തിരിച്ചറിവും നമ്മുടെ ലോകത്ത് നമുക്ക് അനിവാര്യമാണ്. സഹോദരങ്ങളെ, ഫർള് നമസ്കാരം മറന്നുപോകരുത്, നമസ്കാരം മറന്നുപോകരുത്. എന്തേ അവർ നരകത്തിന്റെ അകലുകാരായത്? നമസ്കാരം മറന്നുപോയല്ലേ? ഇന്നലകളുടെ സുബൈ, ഇന്നിന്റെ ജമാഅത്ത്, ഇന്ന് ളുഹറുണ്ട്. അല്ല മരിക്കുന്നില്ല, ഹയ്യുല്ലാ യമൂത്ത്. ശവ്വാലിലും പടച്ചവൻ നമ്മളെ കാണുന്നുണ്ട്, ശഅബാനിൽ പടച്ചവൻ നമ്മളെ കാണുന്നുണ്ട്, ദുൽഹജ്ജിൽ പടച്ചവൻ നമ്മളെ കാണുന്നുണ്ട്. ആ അല്ലാഹു എന്നെ അറിയുന്നു. അതുകൊണ്ട് ഞാൻ ഹറാമ് ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ തിന്മകൾ ചെയ്യില്ല, അതുകൊണ്ട് തോന്നിവാസങ്ങളെ ഞാൻ ചെയ്യില്ല. എന്റെ നാട്ടുകാരും എന്റെ സമൂഹവും എന്നിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്ന ബോധമുണ്ടാവുക. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഖൈറുള്ള ഉന്നതമായ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ലൊരു സമൂഹമാകാൻ, നല്ല ഭാര്യമാരാവുക, നല്ല ഉമ്മമാരാവുക, നല്ല മക്കളാവുക, നല്ല മരുമക്കളാവുക, നന്നായി ജീവിക്കുക, നല്ല ഭർത്താവുക, നല്ല പിതാവാവുക, നല്ല പിതാമകനാവുക, നല്ല മകനാവുക, നല്ല കൂട്ടുകാരനാവുക, മാനവ സേവനത്തിന്റെ മൗഢോദാഹരണങ്ങളായി മാറുക. ഇതാണ് ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും ശാന്തമായ ഒരു രാജ്യമാണ്. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ജനാധിപത്യ മൂല്യങ്ങളെ മാനിക്കുകയും ജനാധിപത്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുകയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യം. ഈ രാജ്യത്ത് സമാധാനം കാംക്ഷിക്കുന്ന ഒരു പ്രബോധന രീതി ശാസ്ത്രം, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ, അതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് ലോകത്തൊരു മനുഷ്യർക്കും ഇസ്ലാം എത്താതെ പോകരുത്, ശാന്തിപൂർണമായ പടച്ചവനിൽ സമർപ്പിക്കുന്ന മതം എത്താതെ പോകരുത്. ആരാണ് പ്രവാചകനെന്നും വിട്ടുവീഴ്ചയുടെ മൗഢോദാഹരണമായിരുന്നു ആ പ്രവാചകനെന്നും മക്കം ഫതയിൽ ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്ത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാപ്പിന്റെ ആചാര്യനായി മാറി. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞ് പച്ചക്കരലുള്ള ജന്തുലോകത്തോട് പോലും നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയതും പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകം ലഭിച്ചതും ഇസ്ലാമിന്റെ കഥയാണ്. ജീവജാലങ്ങളെ പോലും കൊന്നൊടുക്കാൻ, ചെടികളെ നശിപ്പിക്കാൻ, ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും കുടുംബങ്ങളുമായി തെറ്റി നിൽക്കുന്നവരുണ്ടാകാം, സൗഹൃദം വിച്ഛേദിക്കപ്പെട്ടവരുണ്ടാകാം, ആശയങ്ങൾ രണ്ടാണെങ്കിലും പരസ്പരം മിണ്ടാതെ നടക്കുന്നവരുണ്ടാവാം. അവരൊക്കെ പരസ്പരം സലാം പറയുകയും ആലിംഗനം ചെയ്യുകയും സൗഹൃദം പങ്കുവെക്കുകയും പണക്കം തീർക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഈദ് മുസല്ലയിൽ വന്നതുകൊണ്ട് കാര്യമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം.